അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ തടസ്സങ്ങളെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പം എങ്ങനെയാണ് നേരിടുക, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തടസ്സങ്ങൾ ഇപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലി നേടാൻ പറ്റാതിരിക്കുക, ജോലി ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴക്കിടുന്നുള്ള സുഹൃത്ത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് പലതരം തടസ്സങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പഠനകാര്യങ്ങളിൽ പിന്നിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ വരും. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാനെന്താ ഇങ്ങനെ പിന്നോട്ട് പോകുന്നു, എനിക്കെന്താ ഇങ്ങനെ ഒന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ കണ്ണേറ് കൊണ്ടുണ്ടാവാം, സിഹിർ കൊണ്ടുണ്ടാവാം, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, ആളുകളുടെ അസൂയ കൊണ്ടുണ്ടാവാം, പാരവെപ്പുകൾ കൊണ്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള കഴിവുകേട് കൊണ്ടുണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് നമ്മൾ ഏബിൾ അല്ലെങ്കിൽ അതിന് നമ്മൾ പഠിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ യഥാർത്ഥ വിഷയം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്കങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ നിരാശപ്പെട്ട് അതിനിങ്ങനെ പിന്നോട്ട് പോയി ഞാൻ എന്ത് ചെയ്താലും മുന്നോട്ട് പോകുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിന്ന് നമ്മൾ പ്രവൃത്തിയിൽ നമ്മൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര തടസ്സങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് തടസ്സങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവും പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷെ അതിനെ നേരിടുക എന്നുള്ളതാണ് പ്രധാനം. അതാണത് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഖുർആൻ പറയുന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, കഷ്ടതകൾക്ക് ശേഷം സൗകര്യങ്ങളുള്ള ഒരു കാലം വരുമെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അപ്പം എന്ത് കഷ്ടങ്ങൾ നമ്മൾ സഹിച്ച് കഷ്ടങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, ക്ഷമയും പ്രാർത്ഥനയും പരിശ്രമവും കൊണ്ടാണ് ഒരാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് തരം കഷ്ടതകളിലാണെങ്കിലും തടസ്സങ്ങളിലാണെങ്കിലും വിഷമങ്ങളിലാണെങ്കിലൊക്കെ അതിനനുസരിച്ച് അത് മനസ്സിലാക്കി അതിനെ പരിശ്രമിച്ച് അതിനെ പ്രാർത്ഥനകൾ കൊണ്ട്, ഇനിയിപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയ സിഹറോ കണ്ണറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അതുവരെ നിരാശയിലേക്ക് പോയി ഒന്നും ശരിയാവുന്നില്ല എന്നുള്ള ആ ഘട്ടത്തിലേക്ക് പോകരുത്. അതിനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് നേരിടാൻ പറ്റും. ഇസ്ലാമികമായിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ദുആ അധികരിപ്പിക്കുക. അതേപോലെ സ്വതക്ക അധികരിപ്പിക്കുക. സ്വതക്ക തടസ്സങ്ങളെയും ആപത്തുകളെയും ഒക്കെ നീക്കും. അപ്പോൾ നമുക്ക് സദക്ക എന്ന് പറയുമ്പോൾ ഇപ്പം ആളുകൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കുറേ പൈസ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ സദക്ക ചെയ്യുക. അങ്ങനല്ല. നമുക്ക് ചിരിയൊരു സ്വതക്കയാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്, ഒരു വെള്ളം കൊടുക്കലൊരു സ്വതക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ പറ്റുന്ന രീതിയിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ നമുക്ക് ആരുമായിട്ട് ഇടപഴകുന്നതും പെരുമാറുന്നതും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ സ്വതക്കയാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ഉണർവുണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. വലിയ ലക്ഷ്യത്തിലേക്ക് പോകാതെ ആദ്യം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് അതിനെ മെല്ലെ മെല്ലെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. അതേപോലെ നമ്മൾ ഡെയിലി റൊട്ടീൻ, നമ്മൾ ദൈനംദിന കർമ്മങ്ങൾ അത് കൃത്യമാക്കുക. ഉറക്കം കൃത്യമായ സമയത്താക്കുക, ഉണരുക കൃത്യമാക്കുക, നിസ്കാരമൊക്കെ കൃത്യമായിട്ട് സമയത്ത് ചെയ്യുക, വ്യായാമം ചെയ്യുക, മനസ്സിന് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. പിന്നെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊരു ഉസ്താദിനോടാവാം, ഒരു മെൻറ്ററോടാവാം, ഒരു കൗൺസിലറോടാവാം. അങ്ങനെ നമുക്ക്
ആരോടാണ് സംസാരിക്കാൻ എളുപ്പം? അവരോട് നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഒരു ഡോക്ടറോടാവാം. ഇപ്പോൾ രോഗമാണെങ്കിൽ ഒരു ഡോക്ടറോട് നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഒരു കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ അവരോട് തന്നെ തുറന്ന് സംസാരിക്കാം. അങ്ങനെ എന്താണോ നമ്മൾ ഉള്ള പ്രശ്നം അതിന് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവരിങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ആ പ്രശ്നം താനെ സോൾവ് ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാതെ നമ്മൾ ഇനിഷ്യേറ്റ് എടുക്കുക. നമ്മളതിന് മുൻകൈ എടുത്തിട്ട് അത് സോൾവ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ജോലിയിലാണ്, പഠനത്തിലാണ്, ആരോഗ്യത്തിലാണ്, കുടുംബ പ്രശ്നത്തിലാണോ, എന്തിനാണോ നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് ഏബിളായ ഒരു വിദഗ്ധനോട് നമുക്ക് അതിന് സഹായങ്ങൾ ചോദിക്കാം. ഇനിയിപ്പോൾ പ്രായോഗികമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിന് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കി നമ്മളെ ലാഭം നഷ്ടമൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ വരവും ചിലവൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിത രീതി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ നമ്മൾ 30കളിൽ ചെയ്ത പോലെ നമുക്ക് 60കളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ 30കളിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തൊരു ജോലിയാണെങ്കിൽ നമുക്ക് 60കളിൽ എത്തുമ്പോൾ നമുക്കൊരു സഹായി വേണ്ടി വരും, അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിത് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടും. അതേപോലെ നമ്മൾ കുടുംബ ബന്ധങ്ങളിലാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ടുള്ള തടസ്സങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക, പരസ്പരം അവരോട് തുറന്ന് സംസാരിക്കുക, എന്താണ് നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളെ ഇടയ്ക്ക് നിർത്തിയിട്ട് സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയൊക്കെ സമീപിച്ച് കാര്യങ്ങൾ പറയാം. കണ്ണേറ്, സിഹിർ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ പോലത്തെ ഒരാളെ സമീപിക്കാം, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളിപ്പോൾ മാനസിക സമ്മർദ്ദമുള്ള വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളടുത്ത് മാനസിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ ഇതേപോലെ തടസ്സങ്ങളിലൊക്കെ ആളുകൾ വരുമ്പം നമ്മളവരോട് ഡെയിലി റൊട്ടീൻ്റെ കാര്യങ്ങളും, അതേപോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുൻകൈ എടുക്കേണ്ടത്, നമ്മൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പ്രതിവിധി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ തടസ്സങ്ങൾ ജീവിതത്തിൻ്റെ ഒരു അവസാനമല്ല, അത് നമ്മളെ പരിശ്രമം തുടങ്ങാനുള്ള നമുക്ക് ഒരു മുന്നറിയിപ്പാണ്. നമ്മളിങ്ങനെ പരിശ്രമിച്ചാൽ പോരാ, ഇങ്ങനെ പോയാൽ ഇത് തടസ്സത്തിലേക്ക് പോകുള്ളൂ, നിങ്ങൾ കുറച്ചും കൂടി പരിശ്രമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങളെ ഇടപഴകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതിന് നമുക്കൊരു മുന്നറിയിപ്പാണ് തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ തടസ്സങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി ശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം നിരാശപ്പെട്ട് അതിൽ നമ്മൾ പിന്നോട്ട് പോകല്ല വേണ്ടത്, നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുപോലെ തന്നെ രാവിലെ സുബൈക്ക് എണീക്കുക, എന്നിട്ട് സുബൈ നിസ്കരിച്ചതിന് ശേഷം ഒരു ഫാത്തിഹ, അതേപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ അതൊരു 33 വട്ടം ചൊല്ലാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം അതൊരു 33 വട്ടം ചൊല്ലാം. അതേപോലെ എല്ലാ നിസ്കാരത്തിന് ശേഷം റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി തമ്മിം ബിൽ ഖൈർ ഇത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം 11 വട്ടം പതിവായിട്ട് ചൊല്ലാം. അതേപോലെ രാത്രി കിടക്കാൻ നേരത്ത് ഫാത്തിഹ പതിവാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമ്മളെ പ്രശ്നങ്ങൾ തീർന്ന് മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, അത് നമ്മളെ പ്രവൃത്തികളിലൊക്കെ നമുക്ക് ഭയങ്കര തടസ്സങ്ങൾ നേരിടും. കുടുംബത്തിലുണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ. അപ്പോൾ എല്ലാവരോടും കുറച്ചും കൂടി ഹൃദ്യമായിട്ട് പെരുമാറാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ പെരുമാറ്റം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. അത് വളരെ, അപ്പോൾ നമ്മൾ ചില ആളുകളിലൊക്കെ അത് പ്രത്യേകമായിട്ട് കണ്ടുവരുന്നതാണ്. അവരുടെ പ്രവൃത്തിയിൽ തടസ്സം ഉണ്ടാവാനുള്ള ഒരു പ്രത്യേക കാരണം അവരുടെ പെരുമാറ്റം തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അത് മാറാനുള്ള ശ്രമങ്ങളും കൂടി ആത്മാർത്ഥമായിട്ട് നടത്തുക. അപ്പം എൻ്റെ ഒരു പ്രവൃത്തി, എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്നൊരു പാളിച്ച, ഞാനൊരാളോടുള്ള പെരുമാറ്റം, അതൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നടത്തും. അല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഈസി ആയി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ നല്ല ശ്രമങ്ങളും കൂടി, അപ്പോൾ നമ്മളെ സ്വഭാവത്തിലും കൂടി നമ്മളത് വരുത്തേണ്ടതുണ്ട്. അതേപോലെ കുടുംബത്തോടൊക്കെ സമയം ചെലവിടാനുള്ള ശ്രമങ്ങൾ നടത്തുക. കുടുംബം നമ്മൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരുമല്ലോ. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ പെട്ടതാണ് കുടുംബം. അപ്പോൾ കുടുംബത്തോടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇശാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക. സൂറത്തുൽ മുൽക്ക് പതിവായിട്ട് ചെല്ലുക ഉറങ്ങുന്നതിന് മുമ്പ്. അത് നല്ലൊരു തടസ്സങ്ങൾ തീരാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അതേപോലെ ജുമാ ദിവസങ്ങളിൽ സൂറത്തുൽ കഹ്ഫ് പതിവാക്കുക. അത് തടസ്സങ്ങൾ തീരാനുള്ള ഒരു മാർഗ്ഗമാണ്. നമുക്ക് പല കാലത്ത് നമ്മൾ കുറച്ചും കൂടി ആത്മീയമായിട്ടും അതേപോലെ തന്നെ നമ്മൾ
എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായിട്ട് ഇടപെടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ അതൊക്കെ കുറവാണ്. ഇപ്പോൾ രാവിലെയൊക്കെ സുബഹി നിസ്കരിക്കുന്നവർ അല്ലെങ്കിൽ സമയത്ത് നിസ്കരിക്കുന്നവർ, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവാണ്. ശരിക്കും നമുക്ക് നിസ്കാരം എന്ന് പറയുന്നതിന് നമ്മൾ ഊർജ്ജസ്വലമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം തന്നെ. നമ്മളിപ്പോൾ എത്രയൊക്കെ സാമ്പത്തികമുള്ള ആളായാലും മനുഷ്യനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഉറങ്ങുന്ന ഒരാൾ കൃത്യമായ സമയത്ത് തന്നെ എണീറ്റ് സദഖത്താവ് ബരിർത്ത, അതായത് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പഠിച്ചവൻ പറയുമ്പം സദഖത്താവ് ബരിർത്ത എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കേട്ടു ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ദുഹറിന് വീണ്ടും ചെയ്യുക, അസറിന് വീണ്ടും ചെയ്യുക. അപ്പം മുഖം കഴുകി നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ഒളു ഉണ്ടാക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ മുഖം കഴുകി കാല് കഴുകി നമ്മളെ ഊർജ്ജസ്വലത നജസ്സിനെ നീക്കി അങ്ങനെ നമ്മൾ ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ 5 വക്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയും കാര്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു വെറുതെ ഇരിക്കാതെ, അതായത് തടസ്സങ്ങളിൽ ഇങ്ങനെ വീണ് എല്ലാത്തിലും ഗ്ലൂമി ആയിട്ട് ഇരിക്കാതെ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ്. നമ്മളെ സജ്ജമാക്കുക എന്നാണ് പഠിച്ചവൻ ഓരോ സമയത്തും. അപ്പോൾ അതുകൂടി അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കൃത്യമായി അതൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോഴേ നമുക്കിത് മുന്നോട്ട് ജീവിതത്തിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഈ തടസ്സം, ഈ വിഷയം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തടസ്സങ്ങളാണ്, ഒന്നും മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നമ്മളോട് ഒരുപാട് ആളുകൾ നമ്മളോട് പറയാറുണ്ട്. അപ്പം ഈ തടസ്സങ്ങൾ നീങ്ങാൻ നമുക്ക് മിറാക്കിൾസ് അല്ല നമുക്ക് ചെയ്യേണ്ടത്, നമ്മളതിനുള്ള പ്രവൃത്തികൾ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അപ്പോഴാണ് അത് വിജയിക്കുക. ഏത് ബുദ്ധിമുട്ടുകളും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചലിപ്പിക്കാനുള്ള ശ്രമങ്ങളായിട്ട് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. ഏത് കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒരു നല്ല വെളിച്ചമുണ്ടാവും, ഏത് ഇരുട്ടിനും ശേഷം ഒരു പുലരും. അപ്പോൾ അത് ഭൂമിയിലെ ഒരു പ്രകൃതി നിയമമാണ്. എല്ലാ കയറ്റത്തിനും ശേഷം ഒരു ഇറക്കുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നല്ല റോട്ടിലൂടെ ഏത് പൊട്ടനാൾക്കും പോകാൻ പറ്റും. അതിന് നമുക്ക് പ്രത്യേകിച്ച് കഴിവോ ബുദ്ധിയോ ഒന്നും വേണ്ട. റോഡ് കുറച്ച് മോശമാകുമ്പോഴാണ് നമ്മളെ എബിലിറ്റിയും നമുക്ക് കഴിവുകളും നമുക്ക് കുറച്ച് ഗിയർസൊക്കെ വേണ്ടത്. നല്ല വണ്ടി പോലെ നമുക്ക് കയറ്റം കയറുമ്പോഴാണ്. അപ്പോൾ ഇറക്കത്തിൽ നമുക്ക് അതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മൾ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ പഴിത്താരകളിലും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്കുണ്ടാവും. അപ്പോൾ അതിനൊക്കെയുള്ള മറികടന്ന് മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ടാവുക, അതിനനുസരിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ തടസ്സങ്ങളൊക്കെ മറികടന്ന് നല്ല വഴിയിലേക്ക് എത്താനുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ റെഡിയാവാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അതിലേക്കുള്ള പ്രയാണം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.